ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പെട്ടെന്ന് ഇന്ന് ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ട് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വീട്ടിൽ ബണ്ണിരിക്കുന്നത് കണ്ടത്. ബണ്ണിൻ്റെ കൂടെ തപ്പിപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കടയിൽ പോയി 4 ഡയറി മിൽക്ക് മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഐറ്റം സിമ്പിളാണ്. ഞാൻ ഓൾറെഡി ഇതിന് കുറച്ച് പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ ഡയറി മിൽക്ക് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മെമ്പർ ഉണ്ടോ അത്രയും ഡയറി മിൽക്ക് എടുക്കാം. പിന്നെ ഞാൻ ഈ ബണ്ണിനും കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബണ്ണിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ജാം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം. ഫസ്റ്റ് ഈ ഡയറി മിൽക്ക് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം ഒന്ന് ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ട് ജാമൊക്കെ ഒന്ന് തേച്ച് പിടിച്ച് കൊടുക്കാം. അപ്പോൾ ജാമ് തേക്കുന്നതിന് മുമ്പ് നമുക്ക് ഞാൻ ജാം തേക്കുന്നതിന് മുമ്പ് ഈ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഈ ബർഗറിനൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് ഇതിൻ്റെ ഔട്ടർ ലെയറിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ നേരമായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചൂടോട് കൂടി എടുക്കല്, കുറച്ച് നേരം തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതായത് ഓവറായിട്ട് തണുത്തും പോകല്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് എടുത്ത് ഇതിൻ്റെ ഔട്ടർ ലെയറിലോട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് അങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡുകളിൽ മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലും ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിനും നമ്മൾ സെയിം ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ പ്ലെയിൻ ആയിരിക്കണം. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ, വൈറ്റ് ചോക്ലേറ്റോ ആണെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ എടുക്കാം. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഇതും കൂടി നമ്മുടെ ലാസ്റ്റ് വണ്ണാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ബൈ.